ഈ ഭരണമാറ്റം തീർച്ചപ്പെടുത്തുന്ന ചില മണ്ഡലങ്ങളുണ്ട്. അതിലേക്ക് നമുക്കൊന്ന് പോകാം. ഒരുപക്ഷെ ഒരു 10-20 മണ്ഡലങ്ങൾ ആയിരിക്കും പ്രധാനമായിട്ടും വിധി നിർണയിക്കുക. തീർച്ചയായിട്ടും. അത് ഏത് തരത്തിൽ? നമ്മൾ ഒറ്റയടിക്ക് പറഞ്ഞാൽ നമുക്ക് തുടങ്ങേണ്ടത് എനിക്ക് തോന്നുന്നു ബേപ്പൂരിൽ നിന്നായിരിക്കും. കാരണം ബേപ്പൂര് ഇന്ന് ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്ന ഒരു മണ്ഡലമാണ്. കാരണം മന്ത്രിമാരിൽ ആര് ജയിക്കുമെന്ന് ഉറപ്പ് പറയുന്ന ഒരു മണ്ഡലമാണ് ബേപ്പൂര്. മുഹമ്മദ് റിയാസ് ജയിക്കും എന്ന് ഉറപ്പിച്ച് ഇടതുമുന്നണി കരുതുന്നതാണ്. ആ മണ്ഡലത്തിൽ ഇപ്പോൾ അൻവർ വളരെ വലിയ വാഗ്വാദങ്ങൾ നടത്തി അദ്ദേഹം ചില ക്ലെയിം വെച്ചിരിക്കുകയാണ്. ഞാൻ അവിടെ ജയിക്കും, ഇടതുപക്ഷത്തു നിന്ന് പല വോട്ടുകളും എനിക്ക് ലഭിക്കും, അങ്ങനെ അവിടെ ഞാൻ കംഫർട്ടബിൾ മെജോറിറ്റിയിൽ ജയിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിന് മുഹമ്മദ് റിയാസ് പറഞ്ഞത് ഇത് ഗുസ്തി മത്സരമൊന്നുമല്ലല്ലോ, അതുകൊണ്ട് ഞാൻ വേറെ വാഗ്വാദത്തിനൊന്നും വരുന്നില്ല, ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്, അവിടെ ഞാൻ ജയിക്കേണ്ടതാണെന്ന് പറഞ്ഞ് അദ്ദേഹം അവിടുന്ന് തലയൂരുകയാണ് ചെയ്തത്. നിങ്ങൾ തലമുണ്ടലം ചെയ്യാൻ തയ്യാറുണ്ടോ എന്നൊക്കെ വരെ അൻവർ ചോദിച്ചു. അതിൽ നിന്നെല്ലാം അദ്ദേഹം അങ്ങനെ ഊരുകയാണ് ചെയ്തത്. അൻവറിൻ്റെ ബലത്തിനൊരു കാരണം ഒരു 52% മുസ്ലിം വോട്ടുകളുണ്ട്. അതിൻ്റെ ഒരു വലിയ ശതമാനം അദ്ദേഹത്തിന് കിട്ടും എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ മുഹമ്മദ് റിയാസിന് കിട്ടിയ പല വോട്ടുകളും ഇത്തവണ അൻവർ നേടും. ബാക്കി പിന്നെ വരുന്ന വിഭാഗത്തിൽ കുറച്ച് വോട്ടുകൾ കൂടി കിട്ടിയാൽ തനിക്ക് ജയിക്കാൻ കഴിയുമെന്നാണ് അൻവറിൻ്റെ ഒരു പ്രതീക്ഷ. 48% വരുന്ന വോട്ടുകളിൽ ബാക്കി കുറച്ച് കിട്ടുമ്പോൾ അതധികവും പിന്നെ മാർക്സിസ്റ്റ് വോട്ടുകളാണ്. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയിൽ തനിക്കുള്ള ബന്ധം വളരെ വലുതാണ്. അത് ഉപയോഗിച്ച് എനിക്ക് മാർക്സിസ്റ്റ് ഭരണം ഇനിയും തുടർന്നാൽ അത് ആപത്താണെന്നും ഈ മുഹമ്മദ് റിയാസ് നിങ്ങൾക്കൊക്കെ ആപത്താണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് വോട്ട് പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നൊക്കെ ഉള്ളതാണ് അദ്ദേഹത്തിൻ്റെ വ്യംഗ്യമായ പ്രചരണം. അപ്പോൾ അതിൽ കുറച്ച് ഫലവത്തായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബേപ്പൂർ വിധി വളരെ നിർണായകമാണ്. നമ്മളത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിധിയാണ്. പക്ഷെ അൻവറിന്റെ വിജയം ഉണ്ടായാൽ അതൊരു വലിയ ഏറ്റവും ഞെട്ടിക്കുന്ന സംഭവമായിരിക്കും. അങ്ങനെ വന്നാൽ ജമാഅത്തയുടെ ഒരു മന്ത്രി കൂടിയായിരിക്കും അൻവർ വന്നാൽ UDF നൽകേണ്ടി വരിക. UDF ആണ് വിജയിക്കുന്നത്. അത്തരത്തിൽ വലിയൊരു ക്ലെയിമാണ് അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. അൻവറിനെ സംബന്ധിച്ചുള്ളത് നിലയില്ല കയത്തിലേക്ക് ചാടിയുള്ളൊരു പോരാട്ടമാണ്. അവിടെ ജയിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഒരുപക്ഷെ രാഷ്ട്രീയ ഭാവി തന്നെ അനിശ്ചിതത്തിലാവും. അതിന് 5 വർഷം കഴിഞ്ഞിട്ട് ഉള്ള തിരിച്ചുവരവൊക്കെ വലിയ പാടായിട്ട് വരും. അപ്പോൾ എന്തായാലും തൃണമൂലിൽ നിന്ന് അദ്ദേഹത്തിനെയും തള്ളി അദ്ദേഹം തൃണമൂലിനെയും തള്ളിയൊക്കെ നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ ഇനി വേറൊരു പാർട്ടി അദ്ദേഹം സ്വന്തമായിട്ട് ഇവിടെ രൂപീകരിക്കുമെന്ന് പറയുന്നു ഈ മാസം അവസാനത്തോട്, മെയ് പകുതി കഴിഞ്ഞിട്ട്. അതൊക്കെ എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് ഈ മഞ്ചേശ്വരം. മഞ്ചേശ്വരത്ത് വിധി എങ്ങനെയായിരിക്കും? അത് സുരേന്ദ്രന് അനുകൂലമാകുമെന്ന് പലരും പറയുന്നെങ്കിലും അത് പൂർണ്ണമായിട്ടും അങ്ങനെയല്ല. കാരണം മുസ്ലിം പോളറൈസേഷൻ അവിടെ ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട്. അതിനു പുറമെ അവിടെ SIR പ്രകാരം ഒരു 20,000-ഓളം പേരെ കൂടുതൽ ചേർക്കാൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞിട്ടുണ്ട്. അത് BJPക്ക് പറ്റിയൊരു അപാകതയായിട്ടും പറയുന്നുണ്ട്. പലരെയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്, അതായത് ബോർഡറിൽ നിന്ന് മംഗലാപുരത്തു നിന്ന് വരെ കൊണ്ടുവന്ന് പിന്നെ വോട്ടേഴ്സ് ലിസ്റ്റിൽ കയറ്റി വച്ചിട്ടുണ്ടെന്ന് വരെ ആരോപണങ്ങൾ ഉണ്ട്. അപ്പം അത് എങ്ങനെ വരുമെന്നുള്ളത് പറയാൻ പറ്റില്ല. അതാണ് മഞ്ചേശ്വരത്ത് അല്ലെങ്കിൽ ഇത്തവണ സുരേന്ദ്രന് ഈസി വാക്ക് ഓവർ ആവേണ്ടതാണ്. പിന്നൊരു ഹോപ്പ് ഉണ്ടായിരുന്നത് ഗൾഫിൽ നിന്നധികം പേര് വന്ന് വോട്ട് ചെയ്തിട്ടില്ല എന്നതാണ്. പക്ഷേ ഇപ്പോൾ അവസാനത്തെ കണക്കുകൾ പറയുന്നത് ഗൾഫിൽ നിന്നുള്ള വോട്ടുകളും പലതും സമയത്തൊക്കെ ആയിട്ട് എത്തി, പെരുന്നാളിൻ്റെ സമയത്തും അത് കഴിഞ്ഞൊക്കെ ആയിട്ട് എത്തി വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതും ഒരു നിർണായകമായ പ്രദേശമാണ്, ഒന്നും പറയാൻ പറ്റാത്തൊരു സ്ഥലമാണ്. പിന്നെ ഇവിടെ വന്നാൽ നമ്മുടെ നിയമമാണ്. നമുക്ക് അതിനകത്ത് പിന്നെ ഒരു വാക്ക് ഓവറിൻ്റെ ചാൻസേ ഉള്ളൂ എന്നാണ് പൊതുവെ പറയുന്നത്. അതിനകത്ത് അവസാനം ആദ്യഘട്ടത്തിലൊക്കെ ശിവൻകുട്ടിക്ക് സാധ്യത പറഞ്ഞെങ്കിലും അതിനകത്ത് വലിയ സ്കോപ്പൊന്നുമില്ല. പക്ഷെ പിന്നെ ഒന്നുള്ളത് വട്ടിയൂർക്കാവാണ്. വട്ടിയൂർക്കാവിൽ മുരളീധരൻ ജയിക്കുമോ, വി കെ പ്രശാന്ത് ജയിക്കുമോ എന്നൊക്കെ പറയുന്നെങ്കിലും വട്ടിയൂർക്കാവിലും ഇവർ രണ്ടുപേരും നല്ലപോലെ വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ ശ്രീലേഖ ജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പം അതും ബന്ധപ്പെടുത്തി കിടക്കുന്നതാണ്. വേറെ ഒരു തിരിമറിയും നടന്നിട്ടില്ല എങ്കിൽ, അന്തർധാരകൾ നടന്നിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അവിടെ ജയിച്ചു വരേണ്ടതാണ്. BJPക്ക് അത്രയ്ക്കധികം വോട്ടുണ്ട്. ആ വോട്ടുകൾ ഇവർ 2 കൊമ്പന്മാർ നിന്ന് പിടിക്കുമ്പോൾ തീർച്ചയായിട്ടും BJPയുടെ സ്ഥാനാർത്ഥി അവിടെ നിന്ന് വിജയിക്കേണ്ടതാണ്. പിന്നെ തൃശ്ശൂരാണ്. നമുക്കറിയാം അവിടെ പത്മജ വേണുഗോപാലിന് വളരെ കംഫർട്ടബിളായിട്ട് ജയിച്ചു വരാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നതാണ്.
പക്ഷേ ഈ രാജൻ പല്ലൻ ഈ അടുത്ത് എൻ്റെയോടുകൂടി ഈ ഇലക്ഷൻ്റെ അവസാന ലാപ്പിൽ കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. അവിടെ കോൺഗ്രസ്സിലുണ്ടായിരുന്ന പടലപ്പിണക്കങ്ങളൊക്കെ ഒരു പരിധിവരെയൊക്കെ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെയുള്ള വാദങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് ശരിയാണെങ്കിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി വളരെ ദുർബലനൊക്കെയാണ്. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ദുർബലനാണ്. അത് ആലങ്കോട് ലീലാകൃഷ്ണൻ. അദ്ദേഹത്തിന് ഒരു കവി എന്നൊക്കെ ഉള്ളത് കവിഞ്ഞ അത് ഒരു വലിയ പ്രാധാന്യം രാഷ്ട്രീയപരമായ ഫൈറ്റ് നടക്കുന്ന ഒരു സ്ഥലത്ത് അത് നൽകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആ വോട്ടുകൾ കൂടി എങ്ങോട്ട് പോകുന്നു എന്നുള്ള നിർണായകമാണ്. അതിലൊരുപാട് വോട്ടുകൾ CPIയുടെ പോൾ ചെയ്യാതെ പോകുമ്പോൾ ആ വോട്ടുകൾ ആർക്ക് പോകും എന്നൊക്കെ ഉള്ളത് വളരെ നിർണായകമാണ്. അത് കോൺഗ്രസിന് പോകുമോ അതോ BJPക്ക് പോകുമോ, ഇതൊക്കെ കുറച്ച് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഒരുപാട് വോട്ട് പുറകോട്ട് പോകുന്നത് ആ വോട്ടുകളിൽ ആരാണ് മെയിനായിട്ട് കണ്ടത്. ഇതൊക്കെ നമുക്ക് പ്രവചനാതീതമായ മണ്ഡലങ്ങളാണ്. അതുപോലെ തന്നെ മണലൂർ, ഗുരുവായൂർ മണ്ഡലം, നാട്ടിക, കുന്നംകുളം, കൊടുങ്ങല്ലൂർ, ഇതൊക്കെ തൃശ്ശൂരത്തെ പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങളാണ്. കൊടുങ്ങല്ലൂർ BJPക്ക് നല്ല ഹോൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇത്തവണ അതൊരു 2020 കൊണ്ടൊന്ന് കൊടുത്ത് നാശമാക്കി കളഞ്ഞു. അത് സാധ്യതയുള്ള ചില മണ്ഡലങ്ങളൊക്കെ അങ്ങനെ നശിപ്പിച്ചു കളഞ്ഞു. അത് BJPക്ക് പറ്റിയ ഒരു വലിയ ഇലക്ഷൻ മാനേജ്മെന്റിലെ റാന്നി മണ്ഡലം അങ്ങനെയാണ്. കാരണം ശബരിമല സ്ഥിതി ചെയ്യുന്ന പിന്നെ റാന്നി, കോന്നി എല്ലാം. കോന്നിയിലൊക്കെ സുരേന്ദ്രൻ മത്സരിച്ച് കോന്നിയിലും മഞ്ചേശ്വരത്ത് ഒരേപോലെ നിന്ന് വോട്ട് പിടിച്ച് വന്ന മണ്ഡലത്തിൽ ഇപ്പം വളരെ പുറകോട്ട് പോകുന്ന വിധത്തിൽ വളരെ അപ്രസക്തരായ സ്ഥാനാർത്ഥികളെ ഇട്ട പോലെ വന്ന് അവിടെ മത്സരം ഷൂവാക്കി മാറ്റി. അതൊക്കെ വലിയ പരാജയം തന്നെയാണ്. അപ്പം അതുപോലെയുള്ളതാണ് ഈ കൊടുങ്ങല്ലൂരൊക്കെ ഉള്ളത്. കൊടുങ്ങല്ലൂർ പക്ഷേ 2020 ആണെങ്കിൽ പോലും ഈ അഖിൽമാരാരെ ഇട്ടിരുന്നെങ്കിൽ, ഇവിടെ കൊടുങ്ങല്ലൂരോ തൃപ്പൂണിത്തറയോ ഇട്ടിരുന്നെങ്കിൽ വളരെ വ്യത്യാസം ഉണ്ടാകുമായിരുന്നു. തൃപ്പൂണിത്തറ ഇവർക്ക് ഏറെ സാധ്യതയുണ്ടായിരുന്നു. അതെ, മണ്ഡലമായിരുന്നു. അപ്പോൾ ഒരു ജെൻസികൾക്ക് താല്പര്യമുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് അഖിൽമാരാറിന് കൂടുതൽ സാധ്യത അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതുമൊക്കെ നശിച്ച് പോയിരിക്കുകയാണ്. പിന്നെ നാട്ടികയിൽ BJPക്ക് ഇത്തവണ ഒരു എഡ്ജ് കൊടുക്കുന്നതിൻ്റെ കാരണം CPIയുടെ കുറേ വോട്ടുകൾ, വിമത വോട്ടുകൾ പിടിക്കുകയാണെങ്കിൽ അവിടെ BJP സ്ഥാനാർത്ഥിക്ക് വിജയം ഉണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയുന്നത്. പത്മജയ്ക്ക് NSSന്റെയും മറ്റും വോട്ടുകൾ കിട്ടും, അങ്ങനെ പത്മജയ്ക്ക് മുന്നോട്ട് വരാൻ കഴിയും എന്നും ഒരു അഭിപ്രായം തൃശ്ശൂരുണ്ട്. പിന്നൊന്ന് കളമശ്ശേരിയാണ്. ആർക്കും ഒന്നും പറയാൻ പറ്റാത്തൊരു മണ്ഡലമാണ് കളമശ്ശേരി. അപ്പോൾ അവിടെ അബ്ദുൽ ഗഫൂർ ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് VK ഇബ്രാഹിം കുട്ടിയുടെ ഓർമ്മകളെ നിലനിർത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയായിരുന്നത്. കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് അതൊരു ഡ്രോബാക്ക് ആയിരുന്നു. കാരണം ഇബ്രാഹിം കുട്ടിക്കെതിരെ കുറേ അഴിമതിയും മറ്റു പ്രശ്നങ്ങളൊക്കെ വന്ന് കഴിഞ്ഞ തവണ അദ്ദേഹം തന്നെയാണ് മത്സരിച്ചതെങ്കിലും അദ്ദേഹത്തിന് ഡ്രോബാക്ക് ആയിരുന്നു. ഇത്തവണ അത് പിതാവിൻ്റെ മരണം മൂലമൊക്കെ ഉണ്ടായ സിമ്പതിയും എല്ലാം കൂടെ ചേർത്ത് അദ്ദേഹത്തിന് ഗുണകരമാകുന്ന വിധത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് രാജീവിൻ്റെ കാര്യവും തൃശങ്കൂലാണെന്ന് പറയുന്നു. പക്ഷേ ഇടതുമുന്നണി രാജീവ് ചെറിയ ഭൂരിപക്ഷത്തിനെങ്കിലും ജയിക്കും എന്നുള്ള ഒരു കണക്കൂട്ടലിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ആ ഒരു കാര്യവും ഇപ്പം നമുക്കൊന്നും പറയാൻ പറ്റാത്ത വിധത്തിൽ നിൽക്കുകയാണ്. അതുപോലെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കഴക്കൂട്ട മണ്ഡലത്തിലെ റിസൾട്ടും നിർണായകമാണ്. അതും ഒരു തീരുമാനമെത്താതെ നിൽക്കുകയാണ്. അതിൽ അവസാന കണക്കുകൾ പറയുന്നത് രാജീവ് ചന്ദ്രശേഖരന് അവസാന കണക്കുകൾ പറയുന്നത് വി മുരളീധരന് കുറഞ്ഞ പക്ഷം 5000 വോട്ടെങ്കിലും ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് അവസാനത്തെ റൗണ്ടിലെ കണക്കൂട്ടലായിട്ട് വരുന്നത്. എന്നാലും ആ മണ്ഡലം വളരെ നിർണായകമാണ്. അതുപോലെ തന്നെ തവനൂരിൽ ജലീൽ മത്സരിക്കുന്ന തവനൂരിൽ എല്ലാ തവണയും അദ്ദേഹത്തിന് രക്ഷപ്പെട്ടു പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. BJP അവിടെ നല്ല വോട്ട് പിടിക്കും. കോൺഗ്രസ് അവിടെ നല്ല വോട്ട് പിടിക്കും. VS ജോയിയാണ് അവിടെ സ്ഥാനാർത്ഥിയാക്കി വെച്ചിരിക്കുന്നത്. BJPയുടെ വോട്ടുകളും അവിടെ നിർണായകമാണ്. അത് ഒരു പക്ഷേ VS ജോയിക്കാണ് പോകുന്നതെങ്കിൽ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് മത്സരിക്കാനിരുന്ന ആളായിരുന്നു VS ജോയി. അപ്പോൾ VS ജോയിക്ക് അനുകൂലമായിട്ട് ചിലപ്പോൾ അതും വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ തവനൂരിലെ വിധി വളരെ നിർണായകമാണ്. ചിലപ്പോൾ പൊന്നാനിയും തവനൂരുമായിരിക്കും CPM പ്രതീക്ഷിക്കുന്ന 2 സീറ്റുകൾ. പൊന്നാനിയിൽ ഇത്തവണ വലിയ അട്ടിമറി എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞാൽ പാലായാണ് പിന്നെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലം. ജോസ് കെ മാണി ഇത്തവണ ജയിക്കുമെന്ന് ഇടതുമുന്നണി വളരെ ശുഭാപ്തി വിശ്വാസത്തിൽ പറയുന്നുണ്ട്. കാരണം ഷോൺ ജോർജ് കുറേ കൂടുതൽ വോട്ട് പിടിക്കും. അപ്പോൾ മണി CP കാപ്പൻ്റെ കാര്യം ഗതികേടിലാകും. അങ്ങനെ പാലാ ഞങ്ങൾക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ടെങ്കിലും അതും വളരെ ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന ഒരു മത്സരമാണ്. പിന്നെ അമ്പലപ്പുഴ, G സുധാകരന് വളരെ എഡ്ജ് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്ന മണ്ഡലമാണ് അമ്പലപ്പുഴ.
അമ്പലപ്പുഴയിൽ ഈ സുധാകരൻ ജയിച്ചാൽ അതൊരു ചരിത്രമായിരിക്കും. ഇടതുമുന്നണിയുടെ കോട്ടയിൽ VS അച്യുതാനന്ദനൊക്കെ ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലത്തിൽ CPM-ൻ്റെ കോട്ടയിൽ കിട്ടുന്ന ഒരു വലിയ വിജയമായിരിക്കും അത് H. സലാമൊക്കെ അത് തടയാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. CPM ഒരു പക്ഷേ ധർമ്മടത്ത് നടത്തുന്നതിനേക്കാൾ വലിയ പ്രചരണമായിട്ട് നിൽക്കുന്നത് ഇവിടെയാണെന്നാണ് പറയുന്നത്. അതുപോലെ വയനാട് ചില മണ്ഡലങ്ങൾ അത് വലിയ വ്യത്യാസമൊന്നുമില്ല, BJPക്ക് കിട്ടുമെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ മാനന്തവാടിയിൽ കേളു മന്ത്രിയായിരുന്ന ആ കേളുവിൻ്റെ ഒരു പെർഫോമൻസും പ്രസൻസും വലിയ പ്രധാനമാണ്. അവിടെ ഇത്തവണ ഉഷാ വിജയനാണ് ജയിക്കാൻ സാധ്യത കോൺഗ്രസിൻ്റെ എന്നും അഭിപ്രായമുണ്ട്. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട പല സീറ്റുകളും, അതുപോലെ തന്നെ ഒന്നാണ് നമ്മുടെ ഒറ്റപ്പാലത്ത് PK ശശി മത്സരിക്കുന്ന മണ്ഡലം. അവിടെ UDF-ൻ്റെ പ്രേംകുമാറാണ് മത്സരിക്കുന്നത്, നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. അതും വലിയ ഒരു ഫൈറ്റാണ്. അവിടെ മേജർ രവി അതുപോലെ തന്നെ ഫൈറ്റ് നടത്തിയിട്ടുണ്ട്. പിന്നെ ചിറ്റൂർ സുമേഷ് അച്യുതൻ മത്സരിക്കുന്നു UDF-ന് വേണ്ടിയിട്ട്. അവിടെ V. മുരുകദാസാണ് ജനതാദളിൻ്റെ സ്ഥാനാർത്ഥി. അപ്പോൾ അദ്ദേഹത്തിൻ്റെയും വിജയം എങ്ങനെയാണെന്നുള്ളത് പ്രവചിക്കാൻ കിട്ടത്. അതിൽ പിന്നെന്താണ് മണ്ണാർക്കാട് സാധാരണഗതിയിൽ CPM ലീഗിന് വലിയ പ്രാതിനിധ്യമുള്ളതാണ്. അതുകൊണ്ട് N. ഷംസുദ്ദീനാണ് അവിടെ നിന്ന് ഇത്തവണയും മത്സരിക്കുന്നത്. മൻസിൽ അബൂബേക്കർ CPM-ൻ്റെ അതുപോലെ തന്നെ തൊട്ട് പുറകിലുണ്ട്. അപ്പോൾ അത് വിധി നിർണായകമായൊരു മണ്ഡലമാണ്. പിന്നെ നമ്മുടെ നിയമം പറയുന്ന പോലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ തൃത്താല. ശിവൻകുട്ടിയുടെ സാധ്യതയുണ്ട്. ശിവൻകുട്ടി പോലെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിയാണ് M. രാജേഷ്. M. രാജേഷ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ഭാവി കൂടെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിജയം അവിടെ എങ്ങനെയാണെന്നുള്ളത് ഇത്തവണ പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. VT ബൽറാം അവിടെ വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ തവണത്തെ ചില അപാകതകളൊക്കെ പരിഹരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് പ്രധാനം. പിന്നെ മലമ്പുഴ A. പ്രഭാകരൻ മത്സരിക്കുന്നു, A. സുരേഷ് മത്സരിക്കുന്നു. ആ മണ്ഡലത്തിലും വലിയ ഫൈറ്റാണ് നടക്കുന്നത്. അവിടെ കൃഷ്ണകുമാറിന് സാധാരണ ഗതിയിൽ BJPയുടെ വോട്ടുകൾ ലഭിച്ചാൽ തന്നെ വിജയത്തിന് സാധ്യതയുണ്ട് എന്നുള്ള നിഗമനത്തിലാണ് നിൽക്കുന്നത്. അതുമൊക്കെ ലാസ്റ്റ് മിനിറ്റിലെ ഫൈനൽ വോട്ടുകളുടെ കണക്കിലാണ് അതൊക്കെ പൂർണ്ണമായിട്ടും നമുക്ക് പറയാൻ കഴിയുള്ളൂ. അപ്പം ഇങ്ങനെ കുറേ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ നമ്മുടെ ലിസ്റ്റിൽ വരുന്നവ പരിശോധിക്കുമ്പോൾ ഈ മണ്ഡലങ്ങളിലെ ഒക്കെ തിരഞ്ഞെടുപ്പ് ഒരു ടോസ് പോലെയാണ്. അത് നമ്മൾ അവസാന റൗണ്ട് വരെ ഉദ്വേഗജനകമായിട്ട് പോകുന്ന ചില മണ്ഡലങ്ങളാണ്. ഇനിയും ഒരു 5-10 കൂടെ വേണമെങ്കിൽ പറയാവുന്നതാണ്. പക്ഷേ ഇത്രയും മണ്ഡലങ്ങളിലെ ഫൈറ്റ് വളരെ കടുത്തതാണ്. അതുപോലെ ഇടുക്കി പ്രധാനപ്പെട്ടതാണ്. ഇടുക്കി റോഷി അഗസ്റ്റിൻ ഇത്തവണ പരാജയപ്പെടുമെന്ന് തന്നെ കേൾക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ അവർക്ക് ഇടുക്കിയിൽ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇടുക്കി വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായിട്ട് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് വലിയ നഷ്ടം സംഭവിക്കുമെന്നും പറയാം. അതെ, അത് പൊതുവെ പറയുന്ന ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിൽക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു മികവ്. അത് കേരള കോൺഗ്രസിൽ നിന്ന് ഇപ്പോൾ ജോസ് കെ മാണി ജയിക്കുമ്പോൾ ഇദ്ദേഹം മന്ത്രി കൂടെ ആയിരുന്നിട്ട് റോഷി അഗസ്റ്റിൻ പരാജയപ്പെട്ടാൽ അത് അവർക്ക് വലിയൊരു ക്ഷീണമാണ്. അപ്പോൾ ഒരു മെയിൻ നേതാവ് ജയിക്കുമ്പോൾ ചിലപ്പോൾ മന്ത്രി തോൽക്കുമോ, അതോ ഇനി മന്ത്രി ജയിക്കും മെയിൻ നേതാവ് തോൽക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള ഇടുക്കിയും പാലായും തമ്മിലുള്ള ആ ഒരു കണക്ഷനിൽ അത് വലിയൊരു കഥയായിട്ട് നിൽക്കുകയാണ്. ആ ഇടുക്കിയിലെ റോയ് കെ പൗലോസാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. അദ്ദേഹം റോഷി അഗസ്റ്റിനെ വളരെ ഒരു ടൈറ്റ് ഫൈറ്റിൽ കൊണ്ട് എത്തിച്ചിരിക്കുന്നു. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. ഇത്തരത്തിൽ കുറേ മണ്ഡലങ്ങൾ നാളെ നമുക്ക് വെട്ടിപ്പൊട്ടിച്ചിട്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഒരുപക്ഷെ അത് ഒരു 11 മണി വരെ അവസാന റൗണ്ട് എണ്ണുന്നത് വരെ ഇതിൻ്റെയൊക്കെ വിധി മാറിയും പറഞ്ഞും കുറഞ്ഞും പൊങ്ങിയും ഒക്കെ നിൽക്കും. കാരണം ത്രികോണ മത്സരം പലയിടത്തും നടക്കുന്നു. ആ ത്രികോണ മത്സരം ഉള്ളപ്പോഴാണ് മത്സരം പ്രവചനാതീതമാക്കുന്നത്. അത് കഴിഞ്ഞാലേ നമുക്ക് പൂർണ്ണമായും പറയാൻ പറ്റുള്ളൂ. എങ്കിലും UDF-ൻ്റെ എഡ്ജ് നിലനിൽക്കുന്നു എന്നുള്ളത് സത്യവുമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.